ആദരണീയരായ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഐകമത്യം മഹാബലം, യോജിപ്പ് തന്നെ മഹാശക്തി എന്ന ആശയം വരുന്ന ഈ പഴമൊഴി കേൾക്കാത്തവരുണ്ടാകില്ല. എല്ലാ മേഖലകളിലും ലോകം മുന്നേറുന്ന ഈ അവസരത്തിൽ ഒരുമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷവും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങട്ടെ. ഐകമത്യം മഹാബലം എന്നത് ഒരു പഴഞ്ചൊല്ല് മാത്രമല്ല, മനുഷ്യ ജീവിതത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും പ്രകൃതിയിൽ പോലും ദർശിക്കാനാവുന്ന അടിസ്ഥാന തത്വമാണ്. ഒരുമ തന്നെ പെരുമ എന്ന ആശയവും സൂചിപ്പിക്കുന്നത്. ഒറ്റക്കെട്ടായി നിന്നാൽ കൈവരുന്ന ശക്തിയും വിജയവുമാണ്. മനുഷ്യൻ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ദുർബലമായവ പോലും കരുത്താർജിക്കുകയും ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്ത ലക്ഷ്യങ്ങൾ അനായാസം കീഴടക്കുകയും ചെയ്യുന്നു. കുട്ടികളായ നമ്മൾ ഒരുമ എന്ന വാക്കിന്റെ പ്രാധാന്യം എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്, അല്ലേ? അങ്ങനെ നാളെയുടെ നന്മയായി കൂട്ടായ്മയുടെ കണികകളായി നാം ഓരോരുത്തരും വളർന്നു വരണം. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി എന്ന കുഞ്ഞുണ്ണി മാഷുടെ വരികൾ എത്രയോ അർത്ഥവത്താണ്. ഐക്യത്തിന്റെ പ്രാധാന്യം ഇവിടെ UAE-യിൽ നാം ഓരോരുത്തരും അനുഭവിച്ചറിയുന്നില്ലേ? രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായിദിന്റെയും മറ്റ് ഭരണാധികാരികളുടെയും ഒത്തൊരുമയും ദൃഢനിശ്ചയവുമാണ് ഇന്ന് കാണുന്ന വിസ്മയമാക്കി UAE-യെ മാറ്റിയത്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റിയായി പ്രഖ്യാപിച്ച് കൊണ്ട് UAE സമൂഹം ഒന്നാകേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന ആപ്തവാക്യത്തിലൂടെ ഇന്ത്യ മഹാരാജ്യവും ഐക്യത്തിന്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യന് ഒത്തൊരുമയില്ലാതെ വരുമ്പോൾ മനുഷ്യത്വവും മാനവികതയും പരാജയപ്പെടുന്നു. ആയുധങ്ങളുടെ കാഠിന്യമേറിയ ചിലമ്പലുകളും ആക്രോശങ്ങളും ഭൂമിയിൽ ഉയർന്നു കേൾക്കുന്നത് മനുഷ്യൻ വിഘടിച്ചു നിൽക്കുന്നതിന്റെ പരിണിത ഫലമാണ്. ഭൂമിക്ക് തന്നെ ഭീഷണിയായ ആഗോള താപനത്തെ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് സുസ്ഥിര വികസനത്തിലൂടെ നേരിടണം. ദേശീയ ഐക്യം ഒരു രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും ശക്തിയും നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഭാരതീയർ ഒന്നിച്ചു നിന്നതാണ് ബ്രിട്ടീഷ് ഭരണത്തെ തുരത്തി ഓടിക്കുവാൻ നമ്മെ സഹായിച്ചത്. ലോകം മഹാമാരികളെ നേരിട്ടതും നമ്മുടെ കൊച്ചു കേരളം പ്രളയത്തെയും മറ്റു ദുരന്തങ്ങളെയും അതിജീവിച്ചതും കൂട്ടായ പ്രയത്നത്തിലൂടെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ചെറിയ നൂലിനെ പൊട്ടിക്കുവാൻ വളരെ എളുപ്പം സാധ്യമാകും. എന്നാൽ ധാരാളം നൂലുകൾ ചേർന്നുണ്ടായ ഒരു കയറിനെ പൊട്ടിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഐകമത്യം മഹാബലം തന്നെയാണ്. വ്യക്തിഗതമായ സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെച്ച് പൊതുനന്മയ്ക്കായി ഒറ്റക്കെട്ടായി നിലകൊള്ളുക എന്നതാണ് നമ്മൾ ഓരോരുത്തരുടെയും കടമ. കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ സംഘടിക്കുവൻ ശക്തരാകുവൻ എന്ന വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.